പ്രസംഗത്തിനായി ഏറെ ബഹുമാനപ്പെട്ട അത്യഭിവന്ധ്യ കൗലിക ബാവ തിരുമനസിനെ ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സദസ്സിലിരിക്കുന്ന അച്ഛന്മാര് സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ പിന്നെ ഇതിന് ശേഷം വാങ്ങിച്ചോളാം. കാരണം അവർ വളരെ അസ്വസ്ഥരായി, സമയം കിട്ടുന്നില്ലല്ലോ. നമുക്ക് മേട വെച്ച് കാണാം. ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വൈകിയ വേളയിൽ നമ്മുടെ ഈ സംസ്ഥാനത്തിൻ്റെ ആദരണീയനായ ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി ലീഡർ കരുണാകരൻ്റെ മകൻ ശ്രീ കെ മുരളീധരൻ നമ്മോടൊപ്പം ഈ കൊച്ചു ഗ്രാമത്തിൽ ഈ ദിവസം മുഴുവൻ ചെലവഴിക്കുകയാണ്. യാതൊരു തിരക്കും ഇനി ഒരു പരിപാടിയും ഈ അടുത്ത ഒരാഴ്ച ഇല്ല എന്ന അതേ സമീപനത്തിലാണ് ശ്രീ മുരളീധരൻ നമ്മോടൊപ്പം ഇരിക്കുന്നത്. ഇന്ന് രൂപതാധ്യക്ഷൻ തന്നെ പോയെന്ന് തോന്നുന്നു. എനിക്ക് വലിയ സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രജയാണ് ഞാൻ എന്ന് പറയുന്നതാണ് ശരി. വട്ടിയൂർക്കാവിൽ എൻ്റെ റേഷൻ കാർഡ് വെട്ടാൻ അനുവാദമുള്ള MLA ആണ്. അദ്ദേഹത്തെ ഒരു മന്ത്രിയായി എന്നുള്ളത് കൊണ്ട് പ്രശംസിച്ച് പറയുന്നതല്ല. യു റിയലി ബ്രിങ് പ്രൈഡ് ടു അസ്. മറ്റൊന്നുമല്ല, ഈശ്വരനെ ധ്യാനിച്ച് ഈശ്വരനെ പൂജിച്ച് വളർന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മതങ്ങളോടും മതാനുയായികളോടും സർവ്വമനുഷ്യരോടും എങ്ങനെ ഇടപെടണമെന്ന് നേതാക്കന്മാരെയും അണികളെയും സമൂഹത്തെയും പഠിപ്പിച്ച പരിണിതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ ആചാര്യൻ്റെ മകൻ എന്ന നിലയിൽ അദ്ദേഹം വളർന്നു വന്നു. നമ്മുടെ ഒരു ചെറിയ ഒരു കോൺട്രിബ്യൂഷൻ ആ കാര്യത്തിലുണ്ട്. അദ്ദേഹം മാർ ഇവാനിയോസ് കോളേജിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. 5 നിയമസഭാ സാമാജികർ ഇന്ന് കേരള നിയമസഭയിൽ നമ്മുടെ കോളേജിൻ്റെ അഭിമാനമുള്ള ശിഷ്യന്മാരായിട്ടുണ്ട് എന്നതാണ് പരമാർത്ഥം. ബഹുമാനപ്പെട്ട ശ്രീ മുരളീധരൻ ഈ 15-ാം തീയതി അദ്ദേഹം ഒരു ചടങ്ങിലും പേര് കൊടുത്തിട്ടില്ല. ഈ ദിവസം മുഴുവൻ മുക്കൂർ എന്നെഴുതി ബാക്കി ബ്ലാങ്ക് വരച്ചതാണ്. ഞാൻ കൂടി സമ്മതിച്ചതുകൊണ്ടും ഞാൻ പ്രത്യേകം ആവശ്യപ്പെട്ടതുകൊണ്ടുമാണ് ഇടയ്ക്ക് പുഷ്പഗിരിയിലെ ഒരു പ്രോഗ്രാം അദ്ദേഹം ഏറ്റെടുത്തത്. അദ്ദേഹം ഇന്ന് ഭക്ഷണം കഴിച്ചത് 3:45 മണിക്കാണ്. എനിക്കതിൽ വലിയ സന്തോഷമുണ്ട്, താമസിച്ച് കഴിച്ചതിൽ. അതിൻ്റെ പിറകിലൊരു കാരണമുണ്ട്. 25 വർഷം മുമ്പ് ഞാൻ മെത്രാനായി അഭിഷിക്തനായി ബഹുമാനപ്പെട്ട മുളമൂട്ടിലച്ചനായിരുന്നു അന്നത്തെ കൊയർ മാസ്റ്റർ. 101 പേരുടെ കൊയർ. പരിപാടിയെല്ലാം അവസാനിച്ചു. എല്ലാവരും വന്ന് അഭിനന്ദനമൊക്കെ പറഞ്ഞ് പോയി. എനിക്ക് ആ സ്റ്റേജിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിഞ്ഞത് 3:30 മണി കഴിഞ്ഞിട്ടാണ്. ഞാൻ നല്ല വിശപ്പുണ്ട്, ദാഹമുണ്ട്, പരവേശമുണ്ട്. ആ ദിവസത്തിൻ്റെ പരവേശം കൂടാതെ തന്നെ ഞാനും ചെന്ന് പറഞ്ഞു, ഞാൻ ഭക്ഷണം കഴിച്ചില്ല. നേരിട്ട് കണ്ടവരെ പിന്നെ കുറച്ചു നേരത്തേക്ക് ഞാൻ കണ്ടില്ല. അവസാനം എനിക്ക് മനസ്സിലായത് ഭക്ഷണമെല്ലാം തീർന്നു. അപ്പം ഞാൻ തൊട്ടടുത്ത പ്രൊവിൻഷ്യൽ ഹൗസിലേക്ക് പോയി. നമ്മുടെ ബദനി മഠത്തിലെ ചെന്ന് നേരെ അങ്ങോട്ട് ചെന്ന് ഞാൻ നേരെ കിച്ചൻ്റെ അവിടോട്ട് ചെന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഭക്ഷണം കഴിച്ചില്ല, ഭക്ഷണം വേണം. ഈ പ്രായമുള്ള സിസ്റ്റേഴ്സൊക്കെ കള്ളം പറയാത്തവരാണ്. നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലായല്ലോ. അപ്പോൾ ആ പ്രായമുള്ള ഒരു സിസ്റ്റർ പറഞ്ഞു, അതാവേ ഇവിടെ ഒന്നുമില്ല, എല്ലാം തീർന്നു. ഞാൻ പറഞ്ഞു, ഒന്നും നടക്കുകയില്ല, ചോറ് വേണം, ഒരു മുട്ട പൊരിച്ചു തരുന്നതിന് മഠത്തിൽ പ്രത്യേക വൈദഗ്ധ്യമൊന്നും വേണ്ട. അന്ന് ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചത് 3:45. അതിനെ അനുസ്മരിച്ചുകൊണ്ട് 25-ാം വാർഷികത്തിൽ ശ്രീ മുരളീധരൻ ഭക്ഷണം കഴിച്ചത് എനിക്ക് വലിയ ഈ ദൈവനിയോഗം, ദൈവ നടത്തിപ്പെന്നൊക്കെ പറഞ്ഞത് സത്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അദ്ദേഹം ഇന്നെൻ്റെ ഈ ജൂബിലിക്ക് വന്നപ്പോൾ ഒരു ചെറിയ അനുഭവം അദ്ദേഹത്തിനും അതിൽ പങ്കുണ്ട്.
എനിക്ക് സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി പറയാൻ കഴിയുന്ന ഒരു കാര്യം, നമ്മുടെ ജനങ്ങളുടെ കാര്യത്തിൽ അദ്ദേഹത്തിനുള്ള ഒരു പൊതു താല്പര്യം എടുത്തു പറയേണ്ടതാണ്. അതിന് ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നുമില്ല. രാജു എബ്രഹാം പോയോ? രാജു പോയെന്ന് തോന്നുന്നു. അപ്പോൾ ഉണ്ടാക്കി ചില കാര്യം കൂടെ പറഞ്ഞു വിടാൻ വേണ്ടിയായിരുന്നു. അദ്ദേഹത്തിന് രാഷ്ട്രീയവും മതം മതാനുയായികൾ ഒന്നുമില്ല. ജനുവിനാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടാൽ അദ്ദേഹം അതിൻ്റെ അവസാനം വരെ കൂടെ നിൽക്കും. മറിച്ചാണെങ്കിൽ ആ പ്രദേശത്തേക്ക് നമ്മൾ പിന്നെ നോക്കേണ്ടതില്ല. ജനുവിനായ കാര്യങ്ങൾക്ക് അദ്ദേഹം എപ്പോഴും സന്തോഷത്തോടെ കൂടെ നിൽക്കുന്നു. ഞാനിത് പറഞ്ഞത്, ഞാൻ തലസ്ഥാനം, എനിക്ക് വാസ്തവത്തിൽ വോട്ട് ഒരിടത്തേ ഉള്ളൂ. പക്ഷേ 3 സ്ഥലത്ത് എനിക്ക് MLA-മാരുണ്ട്. വർഗീസ് മാമൻ അനുവന്തി അവിടെ പറഞ്ഞ പ്രസംഗം ഞാൻ ഓർത്തു. വർഗീസ് മാമൻ എൻ്റെ MLA ആണ്. സാക്ഷാൽ MLA വട്ടിയൂർക്കാവിലുണ്ട്. ബത്തേരി ചെല്ലുമ്പോൾ IC ബാലകൃഷ്ണൻ MLA ആണ്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, നമുക്കുള്ള ഒരു ബന്ധവും ഒരു കരുതലും എല്ലാം ഇവിടെ അഭിനന്ദ കൊറിലോസ് പിതാവ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നിയോഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണ്. ഭാഗ്യസ്മരണാർഹനായ ഗീവർഗീസ് മാർ ദിവന്നാസ്യോസ് തിരുമേനി ബത്തേരി രൂപത 2ാമത്തെ അധ്യക്ഷനാണ്. നമ്മുടെ ബത്തേരിയിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ച അവിടെ മത്തായി നൂർനാലച്ചൻ അച്ഛൻ തിരുമേനിയുടെ അടുക്കൽ ചെന്ന് അനുഗ്രഹത്തിന് ചെന്നു. ഇലക്ഷൻ മത്സരിക്കുമ്പോൾ അന്ന് അച്ഛനും അപ്പച്ചനും തമ്മിലാണ് മത്സരം. എൻ്റെ അപ്പച്ചനും അച്ഛനും തമ്മിലാണ് മത്സരം. അപ്പോൾ അങ്ങനെ മത്സരിച്ച് നിൽക്കുമ്പോൾ തിരുമേനിയുടെ അടുക്കൽ അനുഗ്രഹത്തിന് ചെന്നു. അച്ഛൻ, തിരുമേനി ഞാൻ മത്സരിക്കുന്നുണ്ട്, എന്നെ അനുഗ്രഹിക്കണം. ദിവന്നാസ്യോസ് തിരുമേനി സാധാരണ അങ്ങനെ വെട്ടിത്തുറന്ന് പറയുന്ന ആളല്ലെങ്കിലും പറഞ്ഞു, അച്ഛൻ പ്രസംഗിക്കേണ്ടത് നാൽക്കവലയിലും പൊതു തെരഞ്ഞെടുപ്പിലുമല്ല, സുവിശേഷ പീഠത്തിൻ്റെ പുറകിൽ നിന്നാണ്. അച്ഛൻ്റെ സ്ഥലം ദൈവാലയവും മദ്ബഹായുമാണ്. മറ്റുള്ള ആളുകൾ മറ്റു കാര്യം ചെയ്തുകൊള്ളും. ഞാനന്ന് അവിടുത്തെ തൊട്ടടുത്തുള്ളൊരു കൊച്ചു പള്ളിയിലെ വികാരിയാണ്. അപ്പം ഇലക്ഷൻ്റെ റിസൾട്ടൊക്കെ എനിക്ക് അന്നും ഇന്നുമൊക്കെ താല്പര്യമുള്ള കാര്യമാണ്. ഞാനന്ന് വിശുദ്ധ കുർബാന പതിവിലും വേഗത്തിൽ തീർത്തു. പ്രസംഗം പറഞ്ഞില്ല. സുവിശേഷ ഭാഗം നിങ്ങൾക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിച്ച് ഞാൻ ഓടി വന്ന് റിസൾട്ട് കാണാനാണ്. ജയിച്ച MLA കാണണം. ഞാൻ വന്നപ്പോൾ ആ പ്രദേശത്തെങ്ങും ആളില്ല. 11 മണിയേ ആയിട്ടുള്ളൂ. ഞാൻ ചോദിച്ചു, ഇത് എണ്ണിയില്ലയോ? എണ്ണി 1 മണിക്കൂർ മുമ്പ് തന്നെ റിസൾട്ട് വന്നതുകൊണ്ട് അവർ പോയി. അപ്പച്ചൻ നേരത്തെ അങ്ങ് ജയിച്ചു എന്ന് പറഞ്ഞു. അച്ഛൻ തോറ്റു. അപ്പം അച്ഛൻ തിരിച്ച് ഒരിക്കൽ വന്ന് ദിവന്നാസ്യോസ് തിരുമേനിയുടെ അടുക്കൽ വന്ന്, ഞങ്ങളൊക്കെ അന്നുണ്ട് അവിടെ. തിരുമേനിയോട് അച്ഛൻ പറഞ്ഞു, തിരുമേനി മാത്രമാണ് എന്നോട് സത്യം പറഞ്ഞത്, മറ്റതെല്ലാം കളിപ്പിക്കുമായിരുന്നു. തിരുമേനി പറഞ്ഞല്ലോ ഞാൻ മത്സരിക്കേണ്ട ആളല്ലെന്ന്. ബാക്കി എല്ലാവരും മറിച്ചാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, നമുക്ക് ജീവിതത്തിൽ സന്തോഷം തരുന്ന കാര്യം എന്താ? 10 മിനിറ്റ് നേരത്തേക്ക് ഒരാൾക്ക് സന്തോഷം ഉണ്ടാകുന്നതിന് വേണ്ടി ചില കാര്യങ്ങൾ പറയാനും ചെയ്യാനും സാധിക്കും. എന്നാൽ അത് നമ്മുടെ മനസ്സിൽ പിന്നീട് ഭാരം ഉണ്ടാക്കും. സ്വതന്ത്രമായി മനസ്സ്, സ്വതന്ത്രമായി ആത്മാവ് വിട്ടുകൊടുക്കുന്നതിന് സാധിക്കുമ്പോൾ നമുക്ക് വലിയ ആത്മസംതൃപ്തിയാണ്. ഭയമില്ലാതെ കിടക്കുന്നതിനും ഭയമില്ലാതെ എഴുന്നേൽക്കുന്നതിനും ഭയമില്ലാതെ സംസാരിക്കുന്നതിനും നമുക്ക് സാധിക്കും. ഭയമില്ലാതെ സംസാരിക്കുന്നത് അഹങ്കാരമല്ല. ഭയമില്ലാതെ സംസാരിക്കുന്നത് ആത്മാവിൻ്റെ നെടുവീർപ്പ് എന്ന് പറയുന്ന സുവിശേഷത്തിലെ കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ള ഒരു വലിയ കൃപയാണ്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല. അങ്ങനെ ജീവിക്കാൻ എനിക്ക് ഒരു ചെറിയ രീതിയിലെങ്കിലും പ്രവർത്തിക്കാൻ എന്നെ സഹായിച്ചിട്ടുള്ള ഒരുപാട് മനുഷ്യർ ഈ ലോകത്തിൽ ഇന്നും ജീവിക്കുന്നുണ്ട്. ഒരുപാട് മനുഷ്യർ എന്നെ അതിന് സഹായിച്ചിട്ടുണ്ട്. ഇവിടെ അഭിനന്ദ ആർച്ച് ബിഷപ്പ് തിരുമേനി സൂചിപ്പിച്ചതുപോലെ ഇത്രമേൽ കാരുണ്യം വർഷിക്കാൻ
എന്താണ് കാരണം എന്ന് ഞാൻ പലപ്പോഴും തനിയെ ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്, ആലോചിക്കാറുണ്ട്. എൻ്റെ ഒരു ചെറു വിരലിൻ്റെ കാര്യം മലയാള മനോരമയിലൂടെ ലോകം മുഴുവൻ അറിഞ്ഞതാണ്. എൻ്റെ വിരൽ മുറിഞ്ഞുപോയ കാര്യം ലോകത്തെ അറിയിച്ചത് മലയാള മനോരമയാണ്. എൻ്റെ വിരൽ മുറിഞ്ഞപ്പോൾ അമ്മ നിർബന്ധ ബുദ്ധിയോടെ പറഞ്ഞു അത് തുന്നിക്കെട്ടണം. എല്ലാവരും പറഞ്ഞു തുന്നിക്കെട്ടിയിട്ട് കാര്യമില്ല, ഒരു ചെറിയ തൊലിയിൽ തൂങ്ങിക്കിടക്കുന്നതാണ്, അത് നിലനിർത്തിയിട്ട് കാര്യമില്ല. അമ്മ പറഞ്ഞു മുറിച്ചു കളയാൻ പാടില്ല. അമ്മയുടെ കൽപ്പനയ്ക്ക് മകൻ്റെ മേൽ ഒരു അധികാരമുണ്ടല്ലോ. അമ്മയുടെ ശാഠ്യത്തിന് വഴങ്ങി കുഞ്ഞമ്പണിക്കൻ എന്നെ തോളിലിട്ടുകൊണ്ട് മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. എനിക്കന്ന് ഓർമ്മയില്ല അത്രയും. അവിടെ ചെന്നിട്ട് കൈ തുന്നിക്കെട്ടി. ആ തുന്നിക്കെട്ടിയ കൈ 4 വർഷം മുമ്പാണ് വീണ്ടും ഒന്ന് കിംസ് ഹോസ്പിറ്റലിൽ അതൊന്ന് റീ ഓപ്പറേറ്റ് ചെയ്തത്. ഈ ഓപ്പറേറ്റ് ചെയ്ത ഡോക്ടറിനോട് പറഞ്ഞു ഇതെവിടാ ചെയ്തത്? ഞാൻ പറഞ്ഞു ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയിലാണെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു ഇത്രയും കാലം നിന്ന ഒരു ഓപ്പറേഷനാണ്, നന്നായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി മുരളീധരനൊന്നുമല്ല. ഞാൻ പറഞ്ഞത് ഇവിടെ കൊച്ചു ഗ്രാമങ്ങളിൽ നടത്തുന്ന ആതുര ശുശ്രൂഷയിലെ ഡോക്ടർമാരും മറ്റുള്ള ആളുകളും അവർക്കൊരു കുഞ്ഞിൻ്റെ കൈ മുറിഞ്ഞുപോയി, ആ കുഞ്ഞിൻ്റെ വിരൽ തുന്നിക്കിട്ടിയെന്നല്ലാതെ ഒന്നുമില്ല. ഞാനിന്ന് കാസ ഉയർത്തുന്നെങ്കിൽ, തിരുവോസ്തി എടുക്കുന്നെങ്കിൽ, ഒരാൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നെങ്കിൽ അമ്മയുടെ ഒരു ശാഠ്യം ഇത് മുറിച്ച് കളയരുതെന്ന് പറഞ്ഞ പാലത്തങ്കളച്ചൻ പറഞ്ഞു തൻ്റെ വിരലിനെന്തോ കുഴപ്പമുണ്ടല്ലോടോ, എടോ ഒന്നല്ലേ അദ്ദേഹം വിളിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അടുത്തു വരാൻ പറഞ്ഞു. മേശയ്ക്ക് അപ്പുറത്തേക്ക് ഞാൻ ചെന്നപ്പോൾ എന്തോ പ്രശ്നമുണ്ടല്ലോ. ഞാൻ പറഞ്ഞു എന്തോ പ്രശ്നം, എന്തോ പറ്റി? ഞാൻ പറഞ്ഞു പണ്ട് കൊച്ചിലേങ്ങാട്ടൊന്നും മുറിഞ്ഞെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ ഓർമ്മയൊന്നുമില്ല. പിന്നെന്തോ സംഭവിച്ചു? ഞാൻ കാര്യം പറഞ്ഞു. എടോ അമ്മ നിർബന്ധിച്ചത് കൊണ്ട് താൻ രക്ഷപ്പെട്ടു, അല്ലേ ഈ വിരലിനിങ്ങനെ പമ്മിയിരുന്നെങ്കിൽ ഞാനിപ്പോൾ തന്നെ സെമിനാരിയിൽ നിന്ന് പറഞ്ഞു വിട്ടേൻ. കാനോനിക്കലായി അന്നത്തെ ഒരു ക്രമീകരണത്തിൽ കുർബാന എടുക്കുന്ന കൈക്ക് ന്യൂനത ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് ചെറിയ കാര്യമായി നമുക്കിപ്പോൾ തോന്നും, പക്ഷേ അത് സഭയുടെ ഒരു വളർന്നു വന്ന കാലഘട്ടത്തിലെ ഒരു സമീപനമാണ്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അമ്മയുടെ ഒരു ശാഠ്യം. അമ്മ സ്വർഗത്തിലിരിക്കുന്നു, സന്തോഷത്തോടു കൂടി എന്നെ കാണുന്നു, എന്നെ പരിപാലിച്ചു, എന്നെ പ്രാർത്ഥിക്കാൻ പഠിച്ചു. അമ്മ തലയിൽ കുരിശ് വെച്ചതല്ല, കുരിശ് വരച്ച് കാണിച്ചതിനേക്കാൾ വലിയ കുരിശ് മാർപ്പാപ്പ പോലും വരച്ചിട്ടില്ല. അമ്മയാണ് വലിയ കുരിശ് വരച്ച് ദൈവമേ എന്ന് വിളിക്കാൻ പഠിപ്പിച്ചിട്ടുള്ളത്. ഞാൻ ഈ ദേവാലയത്തിൽ വന്നാണ് പ്രാർത്ഥിക്കാൻ പഠിച്ചത്. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയെന്ന് വിളിക്കാൻ എന്നെ പഠിപ്പിച്ചത് ഈ തിരുമുറ്റമാണ്. ഞാൻ പള്ളിയിൽ ഇപ്പോൾ പുതിയ പള്ളികൾ പണിയുമ്പോൾ ഞാൻ അവരോട് നിർബന്ധമായി പറയും, നിങ്ങളുടെ സ്വന്തം കൈകൊണ്ട് ഒരു പിടി മണ്ണ് നിങ്ങളുടെ പള്ളിക്ക് വേണ്ടി കൊണ്ടുപോകണം. പണം കൊടുത്തോ അത് വേറെ കാര്യം, നിങ്ങൾ കൊടിമരം പണിത് കൊടുത്തോ അത് വേറെ കാര്യം, സ്വന്തം കൈകൊണ്ട്. കാരണം ഞങ്ങൾ ബാലന്മാരായിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട അന്നത്തെ കുര്യൻ കവുംപിളാക്കലച്ചൻ ഞങ്ങളെക്കൊണ്ട് ഈ അന്നത്തെ നമ്മുടെ വള്ളിക്കൊട്ടയിൽ മണ്ണ് പിടിച്ചുകൊണ്ടുവന്ന് അവിടെ അകത്ത് മണ്ണിട്ട് നികത്തി ഈ പള്ളിയുടെ മുറ്റം അന്ന് തയ്യാറാക്കിയത്. നടന്നു കയറി മുറ്റത്ത് ചെല്ലുമ്പോൾ നെഞ്ചിൽ ഒരു സന്തോഷത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ. നെഞ്ചും കൈയും മണ്ണും കുട്ടയും തമ്മിലുള്ള ഒരു ബന്ധം പെട്ടെന്ന് വരും. ഞാനിന്ന് പള്ളിയിലൊക്കെ പോകുമ്പോൾ പണിയുമ്പോൾ പറയും, നിങ്ങളുടെ സ്വന്തം കൈകൊണ്ടൊരു അധ്വാനം ദേവാലയത്തിൽ ഉണ്ടാകണം. എനിക്ക് ഈ ദേശത്തെക്കുറിച്ച് പറയാനുള്ളത് വലിയ സന്തോഷമുള്ള കാര്യം. ഞാനൊരിക്കലും നമ്മുടെ ഈ നാട്ടിലൊരു മതസംഘർഷം ഞാൻ കണ്ടിട്ടില്ല. ഒരു മത തീവ്രവാദത്തിൻ്റെ അലയടികളൊന്നും ഞാനിവിടെ കണ്ടിട്ടില്ല. ഞാൻ പഠിച്ച കാലഘട്ടത്ത് ഇവിടെ എല്ലാവരും നമ്മുടെ പെരുന്നാളിൻ്റെ റാസ പോകുമ്പോൾ ഇവിടുത്തെ ഹൈന്ദവ കുടുംബങ്ങളൊക്കെ ഇറങ്ങി നിന്ന് മെഴുകുതിരി കത്തിച്ച് സ്വീകരിക്കുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പലയിടത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാനൊരു റാസയുടെ കാഴ്ചയെക്കുറിച്ച് പറയുന്നതല്ല. എൻ്റെ മനസ്സിനെ, എന്നെപ്പോലെ അനേകരുടെ മനസ്സിനെ പാകപ്പെടുത്തിയ ഒരു പുണ്യഭൂമിയിൽ നമുക്കൊരുപാട് അസൗകര്യങ്ങളും പരിമിതികളും ഒക്കെ ഉണ്ട്. വാഹനങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. ബസ്സൊക്കെ ഇവിടെ അങ്ങനെ ഓടുന്ന ഒരു പതിവില്ലേ.
KSRTC ഒക്കെ പല പ്രാവശ്യം ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ പരിശ്രമിച്ചിട്ട് അവസാനിപ്പിച്ചു പോയിട്ടേ ഉള്ളൂ. പക്ഷേ ഈ നാട്ടിൽ ഒരിക്കലും ദൈവത്തിൻ്റെ പേരിൽ ഒരു സംഘർഷം അതെന്നെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. എവിടെങ്കിലും തീവ്രമായ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ എനിക്ക് ധൈര്യമായി പറയാം, ഞാൻ ജനിച്ച ഒരു കൊച്ചു ഗ്രാമത്തിൽ ഞാനിത് കണ്ടിട്ടില്ല. ഇത് പ്രധാനമന്ത്രിയോടും മുഖ്യമന്ത്രിയോടും ജനപ്രതിനിധികളോടും എനിക്ക് പറയാം, ഞങ്ങളുടെ ദേശത്ത് അങ്ങനെ ഒരു ദൈവത്തിൻ്റെ പേരിൽ ഒരു സംഘർഷം ഉണ്ടായി ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്കത് പരിചയമില്ല. എനിക്ക് പരിചയമുള്ളത് ഉപ്പേരി ഒരുമിച്ച് തിന്നുന്ന നായർ തറവാട്ടിലെയും ക്രിസ്തീയ കുടുംബത്തിലെയും മറ്റ് കുടുംബങ്ങളിലെയും സഹോദരങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. ഊഞ്ഞാലാടുന്നതിനെന്താ ക്രിസ്തീയത? ഊഞ്ഞാലാടുന്നതിനാ അവിടെ സമുദായം പറയുന്നത്. ഇങ്ങനെ പഠിച്ച ഒരു സ്ഥലത്ത് എന്നെ ഇത് 3-ാം തവണയാണ് സ്വീകരിക്കുന്നത്. ഞാൻ മെത്രാനായി വന്നപ്പോൾ, കർദിനാളായി വന്നപ്പോൾ, ഇന്ന് എൻ്റെ ജൂബിലിയുടെ സന്ദർഭത്തിൽ ഞാൻ ഈ ദേശത്തോടുള്ള എൻ്റെ സ്നേഹം അറിയിക്കുന്നു. ഞാൻ പോകുമ്പോൾ കൂടെ കൊണ്ടുപോകുന്നത് എൻ്റെ ഈ മണ്ണും ഈ മനസ്സുമാണ്. ഞാനൊരു പ്രാദേശികവാദിയൊന്നുമല്ല, പക്ഷേ ഈ പ്രദേശം എനിക്ക് നൽകിയ സ്വാധീനം വളരെ വലുതാണ്. ഈ പ്രദേശം എന്ന് പറയുമ്പോൾ നമ്മുടെ പള്ളിപ്പുറത്ത് ശേലച്ചൻ, ഞാൻ ഓർക്കുന്നു ഒരിക്കൽ ഇവിടെ അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ നമ്മുടെ കൊല്ലപ്പണി എന്ന് പറയുന്ന ഒരു ഇല്ലേ, അതിന് വേറെ എനിക്ക് പരിഷ്കരിച്ച് പറയാനുള്ള വാക്കൊന്നും എനിക്കറിയത്തില്ല അതെങ്ങനെയാണെന്ന്. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാനൊരിക്കൽ പോകുമ്പോൾ നമ്മുടെ പള്ളിപ്പുറശേലച്ചൻ ആ വീട്ടിനകത്തിരുന്ന് അവരോടൊപ്പം കപ്പ തിന്നുന്നു. ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല കത്തോലിക്ക പുരോഹിതൻ അങ്ങനെ അവിടെ കയറിയിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. നിഷിദ്ധമാണെന്ന് ആര് പറഞ്ഞു എന്നല്ല, ഇതല്ലേ സുവിശേഷത്തിൻ്റെ സാമീപ്യം. അങ്ങനെ പഠിപ്പിച്ച ഒരു സ്ഥലത്ത് നിന്ന് ഞാൻ വന്നിരിക്കുമ്പോൾ, 3-ാം തവണ ദേശമായി എന്നെ അനുഗ്രഹിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഓർക്കണം. മലയാള മനോരമയിലെ തിരുവനന്തപുരത്തെ ബ്യൂറോ ചീഫ് സണ്ണി ജോസഫ് പറഞ്ഞു, എഴുതി, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ദീർഘമായ പേരുള്ള തിരുമേനിയാണ് ഞാനെന്ന്. അദ്ദേഹം ഈ പേരെല്ലാം കൂടെ മേജർ ആർച്ച് ബിഷപ്പ് കാതോലിക്കോസ്, അത്യുന്നത കർദിനാൾ മോറാൻ മോർ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവ, ആൻ്റെ പോലും അങ്ങനെ പറയത്തില്ല, ഒറ്റ ശാസ്ത്രത്തിന് പറയാം. അപ്പോൾ എന്ന് പറഞ്ഞു. നിങ്ങൾ ചിലപ്പോൾ എന്നെ കാണുമ്പോൾ 3 സ്വർണ്ണ നിറത്തിലുള്ള മാലയിട്ട, സ്വർണ്ണ നിറമുള്ള കുരിശ് പിടിക്കുന്ന ഒരു സഭാധ്യക്ഷനെ കാണും. ചിലർ ചോദിച്ചിട്ടുണ്ട്, മൊത്തം സ്വർണമാണോ? എല്ലാം കൂടെ 12,000 രൂപയെ എനിക്ക് ചിലവുള്ളൂ. അങ്ങനെ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റിയ അതൊരു ഭാഗ്യമല്ലേ? 12,000 രൂപയുടെ സാധനമേ ഉള്ളൂ. ഇത് വെക്കുമ്പോൾ അതിമാനുഷികതയൊന്നുമില്ല. ഇത് വയ്ക്കുമ്പോൾ ക്രൂശിൽ തറയ്ക്കപ്പെട്ടവൻ്റെ അടയാളം ഒരു സഭയുടെ അഭിമാനബോധത്തിൽ കാണിക്കുവാൻ, സാക്ഷ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്നേ ഉള്ളൂ. മുക്കൂർ എന്ന സാധാരണ ഗ്രാമത്തിലെ എൻ്റെ മനസ്സിന് ഇടിവ് വരരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അതിൽ നിങ്ങളെല്ലാവരും നൽകുന്ന ഒരു പ്രോത്സാഹനം, നിങ്ങളെല്ലാവരും നൽകുന്ന പ്രാർത്ഥന, നിങ്ങളെല്ലാവരും നൽകുന്ന കരുതൽ ഞാൻ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. എനിക്കിന്നലെ ആനിക്കാട് സ്കൂളിൽ, ഞാൻ പഠിച്ച സ്കൂളിൽ ചെന്നപ്പോൾ സമ്മാനം തന്നു. ആ സമ്മാനം ഓണക്കോടിയാണ്. ഓണക്കോടി എന്ന് വെച്ചാൽ ഒരു 100-120 പേർക്കുള്ള ഓണക്കോടിയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഒരു മുണ്ട് ഞാനെടുക്കും, ബാക്കി മുഴുവൻ ഞങ്ങൾക്ക് അവിടെ ഒരു സ്നേഹ വീടുണ്ട്, അവിടുത്തെ 124 അന്തേവാസികളുണ്ട്, അവരെടുക്കും. എനിക്ക് ഒരു മുണ്ട് മതിയെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? എനിക്ക് 124 ദിവസവും മാറി മാറി ഉടുക്കാമല്ലോ. അതൊരു സന്തോഷമല്ലേ? നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ആത്മീയത, ഒരു ദേശം കൂടി പഠിപ്പിക്കുന്ന ആത്മീയതയാണ്. നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് എൻ്റെ ഓരോ വയസ്സും ഇനി മുമ്പോട്ട് പോകുമ്പോൾ കുറയണം എന്നല്ല.
പുതിയ പുതിയ സ്ഥാനങ്ങൾ കിട്ടണം എന്നല്ല, എന്നാകരുത് നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. സുവിശേഷം വായിക്കുമ്പോൾ ഇനിയും കാണാത്തവരെ കാണാനുള്ള ഉൾക്കണ്ണ് തുറക്കാൻ ദൈവമേ ഈ പിതാവിനെ സഹായിക്കണമേ എന്ന് മാത്രമാണ്. ആയുസ്സും ആരോഗ്യവും ഒക്കെ ദൈവം അവിടുത്തെ പദ്ധതിക്ക് ആവശ്യമുണ്ടെങ്കിൽ തരും. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഇത് മാത്രം, കണ്ണ് തുറന്ന് കാണാൻ, സുവിശേഷം വായിക്കുമ്പോൾ തുറന്ന കാഴ്ചയിൽ എല്ലാവരെയും കാണാൻ ഈ പിതാവിനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ജീവിതം സംതൃപ്തിയോടെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും. എൻ്റെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, ഈ നാട് നൽകിയ വലിയ ബന്ധം, നിങ്ങൾ പറഞ്ഞ ആ സ്ഥാനങ്ങളിലേക്കൊക്കെ എന്നെ ഉയർത്താൻ ഏറ്റവും സഹായകരമായി നിന്ന ഘടകമാണ്. കർദിനാളാക്കണമെന്ന് ഈ പിതാക്കന്മാരാരും നിവേദനം കൊടുത്തിട്ടില്ല. സഭയുടെ ഒരു സ്ഥാനത്തിനും നമ്മൾ പോയി അവിടെ ആളുകളെ ചുമതലപ്പെടുത്തി ക്യൂ നിന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ദൈവത്തിന് ഇഷ്ടമായി, ദൈവത്തിന് കരുതലായി ലഭിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം സഭയുടെ സുവിശേഷ വായനയ്ക്കും സുവിശേഷ സാക്ഷ്യത്തിനും വേണ്ടി നൽകിയിരിക്കുന്നതാണ്. നമ്മൾ ആളുകളെ തിരയുമ്പോഴും വിലയിരുത്തുമ്പോഴും ഓർക്കേണ്ട കാര്യം, നമുക്കെല്ലാവരെയും എല്ലാം മനസ്സിലായി എന്ന് ധരിച്ച് പോകരുത്. നാം ഇനിയും മനസ്സിലാക്കേണ്ട ഒരുപാട് മേഖലകൾ ഓരോരുത്തരുടെ ജീവിതത്തിലുണ്ട്. നാം ഒരു ചെറിയ വീഴ്ച കാണുമ്പോൾ ആ മനുഷ്യൻ ആ വീഴ്ചയാണ് എന്ന് ലേബൽ കുത്തണ്ട. ആ മനുഷ്യന് ഒരു കുറവുണ്ടെങ്കിൽ അതിനേക്കാൾ 10 മടങ്ങ് നന്മ ഉണ്ടെങ്കിൽ കണക്കിന് നമ്മൾ പുറകിലാണോ? അല്ലല്ലോ. 10ഉം 1ഉം കണക്ക് കൂട്ടുമ്പോൾ 10നല്ലേ വലിപ്പം. അങ്ങനെ കാണാൻ സാധിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ശക്തമായ നന്മ ലോകത്തുണ്ടാകും. എനിക്ക് കുറവുകളൊന്നുമില്ലാത്തത് കൊണ്ടല്ലല്ലോ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത്. എനിക്ക് ബലഹീനതയില്ലാത്തത് കൊണ്ടല്ലല്ലോ നിങ്ങൾ എന്നെ വാത്സല്യപൂർവ്വം കൊണ്ടു നടക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന നന്മയ്ക്ക് കുറവ് വരാതിരിക്കാൻ എന്നെ ബലപ്പെടുത്തുന്നതാണ് നിങ്ങളുടെ സ്നേഹം. അതാണ് കരുതൽ. അതിൽ ഞാൻ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, എൻ്റെ പ്രിയപ്പെട്ട ഇടവക, എൻ്റെ പ്രിയപ്പെട്ട അതിരൂപത എനിക്ക് നൽകുന്ന വലിയ കരുതൽ. അഭിനന്ദനായ ആർച്ച് ബിഷപ്പ് കൂറിലോസ് പിതാവായിരുന്നു എൻ്റെ മെത്രാഭിഷേകത്തിൻ്റെ ജനറൽ കൺവീനർ. പിതാവാണ് ഇന്ന് ഇവിടെ ഈ അധ്യക്ഷനായും ഇരിക്കുക. പിതാവിൻ്റെ വലിയ സ്നേഹവും കരുതലും ഞാൻ സന്തോഷത്തോടു കൂടി ഓർക്കുന്നു. പിതാവ് എന്നേക്കാൾ സ്പീഡുള്ള ആളാണ്. 1 വർഷം സീനിയറായിരുന്നു. ബാസ്കറ്റ് ബോളിലെ അന്നും ഇന്നും പിതാവ് വിദഗ്ധനാണ്. നമ്മൾ വിചാരിക്കും ബാസ്കറ്റ് ബോളിന് 10 പേര് വേണമെന്ന് ടീമിൽ. കൂർലോസ് പിതാവിന് ടീം വേണ്ട. നിങ്ങൾ സന്ധ്യയ്ക്ക് അങ്ങോട്ട് ചെന്നാൽ ഒരു 5 മണിക്ക് കാണാം തനിയെ ഷൂട്ട് ചെയ്യുന്ന ഒരു ആർച്ച് ബിഷപ്പ്. മറ്റൊരാൾ കൂടെ ഷൂട്ട് ചെയ്യുമ്പോഴല്ലേ നിങ്ങൾ അറിയുന്നത് ആരാ തോറ്റത് ജയിച്ചതെന്ന്. ഇത് ജയം മാത്രമേ ഉള്ളൂ. ഫുൾ ടൈം. പിതാവിൻ്റെ മനസ്സിലുള്ള കരുണയുടെയും നന്മയുടെയും സ്നേഹം, അതെല്ലാം പിതാവെ ഞാൻ സന്തോഷത്തോടെ ഓർക്കുന്നു. പിതാവ് എന്നോടൊപ്പം ഈ സഭയുടെ ശുശ്രൂഷയിൽ കൂടെ നിൽക്കുന്നത് അഭിമാനമായി ഞാൻ കരുതുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമുക്ക് തെറ്റായൊരു ധാരണയുണ്ട് ഈ രാഷ്ട്രീയ നേതാക്കന്മാരെ കുറിച്ച്. നമ്മൾ അവരെ പാർട്ടിയുടെ അടിസ്ഥാനത്തിൽ കാണുകയും സംസാരിക്കുകയും ഇടപെടുകയൊക്കെ ചെയ്യും. ഇവരുടെ ഉള്ളിൽ പച്ചയായ മനുഷ്യരുണ്ട്. ഇന്ന് വന്നാൽ ചേമ്പുണ്ടാകുമോ കഴിക്കാൻ എന്ന് വളരെ ഫ്രീ ആയി ചോദിച്ച മന്ത്രിമാർ ഈ സംസ്ഥാനത്തുണ്ട്. ഞങ്ങൾ കുടുംബമായി അങ്ങോട്ടൊന്ന് വരട്ടെ എന്ന് ചോദിച്ചിട്ടുള്ള മന്ത്രിമാർ. അങ്ങനെ ഒരാളുടെ അപേക്ഷ ഞാൻ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണെന്ന് ഞാൻ പറയത്തില്ല. ദൂരെയെങ്ങുമില്ല, ഇവിടെ തന്നെ ഉണ്ട്. ഇങ്ങനെ ചോദിക്കാനുള്ള കാര്യം എന്താ? പട്ടത്തെ ആർച്ച് ബിഷപ്സ് ഹൗസിൽ നല്ല ഭക്ഷണം കിട്ടും എന്ന ധാരണയിലൊന്നുമല്ല.
രാഷ്ട്രീയം, പാർട്ടി രാഷ്ട്രീയം, കക്ഷി രാഷ്ട്രീയം ഇതെല്ലാം ഇങ്ങനെ ഇടകലർന്ന് കിടക്കുന്നതാണ്. പക്ഷെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് നന്മ ചെയ്യുന്നതിന് ഈ നേതാക്കൾക്ക് കഴിയും. ഞാൻ പറയുന്നു, അവരെ നിർവീര്യമാക്കുകയല്ല നാം ചെയ്യേണ്ടത്, അവരെ ശക്തരാക്കുകയാണ്. അവരുടെ ഐഡിയോളജി എന്തുമാകട്ടെ, ഞാൻ പറയുന്നു, ഈശ്വര നിഷേധമല്ലാത്ത ഒരു തത്വവും നമ്മൾ നിരാകരിക്കേണ്ടതില്ല. ഇനി ഈശ്വര നിഷേധം തന്നെ ദൈവമേ എന്ന് വിളിക്കുന്നില്ലെന്ന് കരുതി ദൈവവിശ്വാസി അല്ല എന്നൊന്നും പറയണ്ട. അവർ രഹസ്യമായിട്ടൊക്കെ വിളിക്കുന്നുണ്ട്, നമ്മൾ കേൾക്കുന്നില്ലെന്നേ ഉള്ളൂ. തങ്ങയം താഴെ വീഴുമ്പം ഡോക്ടർ മനോഹര എന്നല്ലല്ലോ വിളിക്കുന്നത്. മനോഹരൻ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ഫിസിഷ്യനാണ്. അങ്ങനല്ലല്ലോ വിളിക്കുന്നത്. എൻ്റെ ദൈവമേ എന്നല്ലേ, എൻ്റെ അമ്മയെന്നല്ലേ വിളിക്കുന്നത്. അപ്പം അറിയാം എവിടെയാ കിടപ്പെന്ന്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, നിരാകരിക്കേണ്ടത് അസ്തിത്വം ചോദ്യം ചെയ്യുന്ന സംവിധാനത്തെ മാത്രമാണ്. നിന്റെ അസ്തിത്വം മുകളിലും താഴെയും വശങ്ങളിലുമെല്ലാമാണ്. നിന്റെ ബന്ധമാണ്. നിന്റെ ജീവിതം എന്തുവാ? നിന്റെ ബന്ധമാണ്. ആ ബന്ധം മുകളിലും താഴെയും സമീപത്തുമുള്ള ബന്ധമാണ്. ആ ബന്ധമാണ് നമ്മെ വ്യത്യസ്തരാക്കുക. ആ ബന്ധത്തിൻ്റെ പേരിലാണ് ബഹുമാന്യനായ മന്ത്രിയും പ്രിയപ്പെട്ട ആന്റണി നമ്മുടെ MP ആണ്. എന്നോട് വളരെയേറെ സ്നേഹവും കരുതലും എപ്പോഴും പ്രകടമാക്കുന്ന ഒരു ജനപ്രതിനിധിയാണ്. നമ്മുടെ ആവശ്യങ്ങളിലൊക്കെ ഏറ്റവും സ്നേഹത്തോടുകൂടി ഇടപെടുന്നു. നമ്മുടെ MLA വർഗീസ് മാമനോട് സന്നിഹിതനാണ്. ഇവിടെ ഇരിക്കുന്ന അനേക രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. അവരുടെ രാഷ്ട്രീയം എനിക്കറിയാം, പാർട്ടി അറിയാം. പക്ഷേ അവരെല്ലാവരും ചേർന്ന് നിൽക്കുമ്പോൾ ലഭിക്കുന്ന ഒരു ബന്ധമുണ്ട്. ഒരിക്കലും എൻ്റെ ശുശ്രൂഷയ്ക്ക് അത് തടസ്സമായിട്ടില്ല. വലിയ രസകരമായ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. എൻ്റെ 60ാം ജന്മദിനത്തിൽ നമ്മുടെ അനീഷ് ഇവിടെ ഇരിപ്പുണ്ട്, വരിക്കണ്ണാമല. ഈ അനീഷിനെ ഒന്ന് എഴുതാക്കോ മോനെ. ഈ അനീഷിനോട് നമുക്കൊരു ബന്ധമുണ്ട്. അനീഷിൻ്റെ കുടുംബത്തിലാണ് മാറി വാനിയൂസ് തിരുമേനി പെരുന്നാട്ടിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ താമസിക്കാൻ ഇടമില്ലാതിരുന്നപ്പോൾ ഇടം തന്ന ഒരു വല്യപ്പൻ്റെ മകനാണ് ഈ അനീഷ്. ഞാൻ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞില്ലേ, അതാണ് അനീഷ് ഇവിടെ വന്നത്. അനീഷ് ബന്ധത്തിൻ്റെ പേരിലാണ്. ഞാൻ പറയാൻ വന്ന ഒരു കാര്യം അതെന്തുമായിരുന്നു? ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞാണ് ഇപ്പം പ്രശ്നമായത്. ആ കാര്യം വരുന്നത് വരെ ഞാൻ മറ്റു പലതും പറഞ്ഞുകൊണ്ടിരിക്കും. 60 വയസ്സ് ആരാ പറഞ്ഞ മുളമൂട്ടിലച്ഛൻ ഓർമ്മയില്ലെന്ന്? നല്ല ഓർമ്മയാണ്. അപ്പൊ അവന് മനസ്സിലായില്ലേ? നല്ല ഓർമ്മയാണ്, അങ്ങനെ മറവിയൊന്നുമില്ല. അപ്പോൾ 60ാം വയസ്സിലെ ഈ ഷഷ്ടിപൂർത്തി ആഘോഷം തിരുവനന്തപുരത്ത് സൂര്യപ്രഭ കൺവെൻഷൻ ഹാളിൽ വെച്ച് നടക്കുമ്പോൾ എൻ്റെ ഇടതുവശത്ത് അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, വലതുവശത്ത് ശ്രീ ഉമ്മൻചാണ്ടി. അപ്പം ഞാൻ കേക്ക് മുറിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നർമ്മം വന്നാൽ അപ്പോൾ പറഞ്ഞോണം. അതിനിനിയും പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അനുവാദം വാങ്ങിച്ചാലൊന്നും നടക്കത്തില്ല, അന്നേരം പറയുക. അപ്പം ഞാൻ പറഞ്ഞു, രണ്ടുപേരും പിണറായി വിജയൻ സാറും ഉമ്മൻചാണ്ടി സാറും. ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ സാക്ഷാൽ യേശുക്രിസ്തുവിൻ്റെ സ്ഥാനത്താണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞു. ഉമ്മൻചാണ്ടി സാറിന് കത്തി, മറ്റേ അദ്ദേഹം കത്താത്തതുപോലെ നിന്നു. ഞാൻ പറഞ്ഞു, ഒരു കള്ളൻ എൻ്റെ ഇടതുവശത്തും മറ്റേ കള്ളൻ എൻ്റെ വലതുവശത്തും നിൽക്കുന്നെന്ന് പറഞ്ഞു. ഉമ്മൻചാണ്ടി സാർ ചാടി പറഞ്ഞു, ഞാൻ വലതുവശത്തെ കള്ളനാണ്. അപ്പോൾ സാക്ഷാൽ മുഖ്യമന്ത്രി പറഞ്ഞു, ഞാൻ അത് സ്ഥിരീകരിച്ചിട്ടില്ല. ഞങ്ങൾ ഒരുപാട് ചിരിച്ച് സന്തോഷത്തോടെ. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, നമ്മൾ പൊതുവെ കാണുമ്പോൾ വിചാരിക്കും ഇവരെല്ലാം ഭയങ്കര ശത്രുക്കളാണെന്ന്. തെറ്റിദ്ധരിക്കരുത്. നിയമസഭയുടെ ക്യാൻറ്റീനിൽ ചെല്ലുമ്പോൾ അറിയാം ഇവരാരാന്ന്. പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാം ചായ കൊടുക്കുന്നതും ഏത്തപ്പഴം തിന്നുന്നതും ഒക്കെ അവിടെ പോയി കാണണം. വിഷയങ്ങളെ അപഗ്രഥിക്കുമ്പോൾ
അധിഷ്ഠിതമായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വസ്തുനിഷ്ഠമായ അപഗ്രഥനം. നന്മ ചെയ്യുന്നതിൽ മടുപ്പും വെറുപ്പും ആവശ്യമില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ദേശം അനുഗ്രഹിക്കപ്പെട്ട ദേശമാണ്. ഇനി ജനിക്കാൻ ഒരു അവസരം കിട്ടിയാൽ ഞാൻ ഓപ്റ്റ് ചെയ്യുന്ന രാജ്യം ഇന്ത്യയും കേരളവും ഇച്ചിരൂടെ മെച്ചപ്പെട്ട മുക്കൂറുമാണ്. ഇച്ചിരൂടെ മെച്ചപ്പെട്ടതെന്ന് പറഞ്ഞാൽ അതിനൊരു കാരണമുണ്ട്. അല്ലെങ്കിൽ MLA വിചാരിക്കും ഇതങ്ങ് പെർഫെക്റ്റാന്ന്. റീസ്വാമൻ എന്തെങ്കിലും പണി കൊടുക്കണ്ടായി. അപ്പോൾ അല്പം കൂടി മെച്ചപ്പെട്ട സൗകര്യമുള്ള നമ്മുടെ ദേശം, ഇന്ത്യ പോലെ ജീവിക്കാൻ മനോഹരമായതും സമാധാനപൂർണവുമായ രാജ്യം, ലോകത്തിലെ ഏറ്റവും വികസിത രാജ്യങ്ങളിൽ പേര് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന രാജ്യമൊന്നുമല്ല, ഏറ്റവും വലിയ ആയുധപ്പരയുള്ള രാജ്യവുമല്ല, മറ്റുള്ളവരെ മനുഷ്യനായി പരിഗണിക്കാൻ പഠിപ്പിക്കുന്ന, സംസ്കാരം ഉറങ്ങുന്ന, ജീവിക്കുന്ന ഈ ഭാരതമാണ്. അവിടെ ഇവിടെയൊക്കെ ചെറിയ നീരസങ്ങളും പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ രാജ്യം നശിച്ചുപോയി എന്ന് കരുതണ്ട. ഈ രാജ്യത്തിന് പുനർജനിക്കാനുള്ള ശേഷിയുള്ള രാജ്യമാണ്. ഇവിടെ സംഭവിക്കും. കാരണം നന്മ ഇവിടെ വിടരും. ആ നന്മയിൽ നമുക്ക് ഒരുമിച്ച് ഈ ദേശത്തിന്റെ ത്രിവർണ്ണ പതാക ഉയർത്തിപ്പിടിക്കാം. അതുകൊണ്ടാണ് ഇന്ന് ത്രിവർണ്ണ പതാകയുടെ ഈ ഉത്സവ ദിവസത്തിൽ നമ്മൾ ഒരുമിച്ച് മുക്കൂറിൽ കൂടിയിരിക്കുക. പ്രിയപ്പെട്ട ഷാജി അച്ഛനോടുള്ള എൻ്റെ സ്നേഹം അറിയിക്കുന്നു. അച്ഛൻ്റെ ഒരു സ്നേഹവും നിർബന്ധവും ആലോചനയുമാണ് വാസ്തവത്തിൽ ഈ ദിവസം ഇത്ര മനോഹരമാക്കിയത്. ഈ കൊച്ചു ഗ്രാമത്തെ കേരളത്തിൻ്റെ നെറുകയിലേക്ക് വീണ്ടും കൊണ്ടുവരാൻ പ്രിയപ്പെട്ട ഷാജി അച്ഛൻ, ഞങ്ങളുടെ വികാരി അച്ഛൻ എടുത്ത വലിയ ഒരു ഭഗീരഥ പ്രയത്നം, ഞാൻ ഈ നാട്ടിൽ ജനിച്ച ആളായതുകൊണ്ടും ഇടവകയുടെ ഭാഗമായതുകൊണ്ടും അത്ര എളുപ്പമല്ല എന്ന് എനിക്കറിയാം. അച്ഛൻ അത്ര വളരെ മനോഹരമായി ഇത് ക്രോഡീകരിച്ചു. പ്രിയപ്പെട്ട അച്ഛനോട് നിങ്ങളെല്ലാവരുടെയും ഒരു നിറഞ്ഞ കയ്യടി അച്ഛന് കൊടുത്തേ. ഈ ദേശത്തെ എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് നിർത്തി, എല്ലാ സമുദായങ്ങളെയും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഒരുമിച്ച് നിർത്തി നമ്മുടെ പള്ളിയുടെ തിരുമുറ്റത്തേക്ക് കൊണ്ടുവരാൻ ഈ പുരോഗതിന് സാധിച്ചു എങ്കിൽ ദൈവവചനത്തിന് ഇന്നും വിലങ്ങ് വയ്ക്കപ്പെട്ടിട്ടില്ല എന്നതിൻ്റെ അടയാളമാണ്. പ്രിയപ്പെട്ട അച്ഛനെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാവരോടുമുള്ള അമേരിക്കയിൽ നിന്ന്, ഡൽഹിയിൽ നിന്ന്, മറ്റനേകം സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അതെല്ലാം ഞാൻ സന്തോഷത്തോടും സ്നേഹത്തോടും കാണുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി മാറ്റിവെച്ച സമയവും എല്ലാം ഏറ്റവും വിലപ്പെട്ടതാണെന്ന് ഞാൻ ഹൃദയത്തിൽ നിന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. എളിയവനായ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ നന്മയിൽ എന്നെയും പങ്കുചേർക്കണം. ഞാൻ ഈ ദേശത്ത് നിങ്ങളോടൊപ്പം എന്നും ഉണ്ടാവും.